എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നമുക്കൊരു പുതിയ ആഴ്ച കൂടി ദാനം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം വിശ്വസ്തനാണ്, കർത്താവ് നല്ലവനാണ്. കഴിഞ്ഞ നാളുകളേക്കാൾ ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ കർത്താവിൻ്റെ കരം കാണുമെന്ന് നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പറയണം. രക്തസ്രാവക്കാരത്തി സ്ത്രീ പറഞ്ഞതുപോലെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് പറഞ്ഞു. അവൻ്റെ കൈ എൻ്റെ ശിരസിൽ വെച്ചാൽ ഞാൻ സൗഖ്യമാകും എന്ന് പറഞ്ഞില്ല. അവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൈവച്ചാൽ ഞാൻ സൗഖ്യമാകുമെന്ന് യായിറോസ് പറഞ്ഞതുപോലെ പറഞ്ഞില്ല. യായിറോസ് പറഞ്ഞത് അങ്ങൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കൈവെക്കണം. യേശു റെഡിയാണ്. കാരണം ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ അളവിൽ വലിയ മാറ്റമാണ്. എന്നാൽ ഈ സ്ത്രീക്കറിയാം ഇത് നടക്കുന്ന കാര്യമല്ല. എൻ്റെ വീട്ടിൽ യേശുവിനെ വരാൻ, യേശുവിനെ വിളിക്കാൻ എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. എന്നാൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടും, അങ്ങനെ ഞാൻ സൗഖ്യം പ്രാപിക്കും. ആ ഒരു വാക്ക് അവൾ വിശ്വസിച്ചു. അവളുടെ വാക്കിനെ അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസത്തെ അവൾ തന്നെ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ സൗഖ്യമായി, ഞാൻ മടങ്ങി ആരോഗ്യത്തോടെ വരും. അവൾ അവളിൽ തന്നെ ഒരു വിശ്വാസം വെച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. യേശു തന്നെ തൊട്ടവളെ കാണാൻ ചുറ്റും നോക്കി. പുരുഷാരത്തിൻ്റെ ഇടയിൽ, തിരക്കിൻ്റെ ഇടയിൽ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് എല്ലാവരും നിന്നെ തിക്കി തള്ളുമ്പോഴാണോ നിന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു. കർത്താവ് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്നെ ഒരാൾ തൊട്ടു. തള്ളുന്നവരും ഉന്തുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും എന്നെ തൊട്ട, വിശ്വാസത്താൽ തൊട്ട ഒരാളുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം. അവൾ വിറച്ചുകൊണ്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണെന്ന് പറയുന്ന വാക്കതുപോലെ സംഭവിക്കാൻ നമ്മൾ അതിനെ വലിയ ആത്മീയരാകണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്ന ആ സാഹചര്യത്തെ ദൈവം അനുവദിച്ചതാണെന്നും വിശ്വാസം പറഞ്ഞാൽ അതിലൂടെ ഞാൻ പുറത്തു വരുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അതുപോലെ സംഭവിക്കും. നമ്മൾ പറയുന്നത് പോലെ നടക്കുമെന്നേ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ പാടുന്നതെല്ലാം വിശ്വാസത്തിൻ്റെ പാട്ടുകളാകട്ടെ, സ്തുതിയുടെ പാട്ടുകളാകട്ടെ. നിരാശയുടെ ക്രിസ്തീയ ആരാധന ഗീതങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മൾ പാടുന്ന ഓരോ വാക്കുകളിലും, പാട്ടിൻ്റെ ഓരോ വരികളിലും വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, പ്രതീക്ഷകളുണ്ട്. അങ്ങനെയുള്ള വരികൾ ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്ക്, പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്ക്,
ചുംബിക്കട്ടെ, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ, ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്, മധുരമുള്ള ലഹരിയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ള യേശു നായകനെ, ഉള്ള യേശു നായകനെ, നിൻ പ്രണയം വിനതിലും, നിൻ പ്രണയം വിനതിലും മധുരമുള്ള ലഹരിയാണ്, മധുരമുള്ള ലഹരിയാണ്. പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്, പ്രണയമാണ് എനിക്കു പ്രണയമാണ് യേശുവേ, നിന്നോട് പ്രണയമാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ 1-ാം അധ്യായത്തിൻ്റെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യം 12 മുതലുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്: അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം നേരെ മാളിക മുറിയിലേക്ക് പോയ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ ഒലിവുമലയിലേക്ക് വിട്ട് അവര് മാളിക മുറിയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഊരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവരും കാണുക, യേശു സ്വർഗത്തിലേക്ക് പോയി. കൽപ്പന കൊടുത്ത ശേഷം ദൂതന്മാർ വന്നിട്ട് ഈ പോയ യേശു ഇതുപോലെ തിരിച്ചു വരുമെന്ന് 2 ദൂതന്മാർ, 2 വെള്ളവസ്ത്രധാരികൾ അവരോട് പറഞ്ഞു. നിങ്ങൾ എന്തിനിങ്ങനെ ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്നു? ഈ പോയ കർത്താവ് ഇതുപോലെ തന്നെ വീണ്ടും വരും. പോയതുപോലെ തന്നെ കർത്താവ് തിരിച്ചു വരും. ഒരു ശരീരത്തോടെ തിരിച്ചു വരും. പോകുന്നത് ഒറ്റക്കാണെങ്കിലും വരുമ്പോൾ 1000 വിശുദ്ധന്മാരോടുകൂടി വരുമെന്നാണ് യൂദയുടെ ലേഖനത്തിൽ. അപ്പോൾ ഒരു വലിയ സന്തോഷമായിരിക്കും യേശുവിൻ്റെ 2ാമത്തെ വരവ്. 1ാമത്തെ വരവ് ആരും അറിഞ്ഞില്ല, ചിലർ മാത്രം അറിഞ്ഞു. 2ാമത്തെ വരവ് ഭൂമിയൊന്ന് അറിയും. അതുപോലത്തെ ഒരു വരവായിരിക്കും. ഇതെല്ലാം കൂടി അങ്ങോട്ട് കേട്ട് അവര് ഭയങ്കര സന്തോഷത്തോടെ അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ
52 വാക്യം, ആ ഒടുവിലത്തെ വാക്യങ്ങൾ രണ്ടും. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. യേശുവിനെ ആരാധിച്ചു. എന്നിട്ട് മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. എപ്പോഴും ഫുൾ ടൈം ആരാധന. അപ്പോസ്തല പ്രവൃത്തിയിൽ 10 ദിവസം അവർ ഒരുമിച്ച് കൂടി ഇരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അവരെങ്ങനെ ഇരുന്നു? ഒന്ന്, അവർ മഹാസന്തോഷത്തോടുകൂടിയിരുന്നു. 2, അവർ എല്ലാ സമയത്തും യേശുവിനെ പാടി ആരാധിച്ചു. ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അവർ അവനെ നമസ്കരിച്ചു, യേശുവിനെ ആരാധിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഇവർ ദൂതന്മാരുടെ വാർത്ത കേട്ട ശേഷം യേശുവിനെ ആരാധിക്കുകയാണ്. ആ നിമിഷം മുതൽ ആരാധനയെ അങ്ങോട്ട് അവർ ശക്തിപ്പെടുത്തി. മഹാസന്തോഷത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആരാധന എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. ഇന്നത്തെ പല ആരാധനയും മഹാസന്തോഷത്തിൽ നിന്നൊന്നുമല്ല. നിരാശപ്പെട്ടിരിക്കുമ്പോഴും പാട്ടുപാടി, നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. കാരണം ഗിറ്റാർ, ഓർഗനൊക്കെ വർക്കാവണമല്ലോ. ഇന്ന് കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരാധന വേണ്ട. ഇന്ന് ആരാധനയ്ക്ക് ഒരു മെക്കാനിക്കൽ പ്രോഗ്രാമുണ്ട്. അന്ന് അവർക്ക് മഹാസന്തോഷം ഉണ്ടായതുകൊണ്ട് ഈ മഹാസന്തോഷം ഭയങ്കര ശക്തിയുള്ള ഒന്നാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്നു, യഹോവയിങ്കിലെ സന്തോഷം നമ്മുടെ ബലമാണെന്ന്. സന്തോഷത്തിന് ഭയങ്കര ശക്തിയാണ്. മഹാസന്തോഷം വന്നപ്പോൾ ആരാധനയും വലിയ ആരാധനയായി മാറി. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള വചനം, ആ വചനമാണ് അവരെ സന്തോഷമുള്ളവരാക്കിയത്, മഹാസന്തോഷമുള്ളവരാക്കിയത്. പ്രത്യാശയാണ് അവരെ മഹാസന്തോഷമുള്ളവരാക്കിയത്. യേശു ഞങ്ങളെ കൈവിടില്ല, അവസാനത്തോളം കൂടെ ഉണ്ടാകും, ഏറ്റവും ഒടുവിൽ ഞങ്ങളെ തിരിച്ച് വന്നിട്ട് കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പ് അവരെ മഹാസന്തോഷമുള്ളവരാക്കി മാറ്റി. ഇത് കേൾക്കുന്ന നമുക്കും ശിഷ്യന്മാരെ പോലെ തന്നെ ഒരു മഹാസന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് വരാൻ കഴിയണം. അവർ ദേവാലയത്തിൽ ചെന്ന് 10 ദിവസം വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷത്തിൽ നിറഞ്ഞ് അവർ ദൈവത്തെ പാടി, യേശുവിനെ പാടി ആരാധിച്ചു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ അവർ യേശുവിനെ പാടി സ്തുതിച്ചിട്ടില്ല. അവർ യേശുവിൻ്റെ ഒപ്പം ഇരുന്ന് പിതാവിനെ ആരാധിച്ചു. എന്നാൽ സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴികയിലേക്ക് ഇതാ അവരെ കർത്താവ് കൊണ്ടുവരണം. ആത്മാവിലുള്ള ആരാധന. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അന്യഭാഷകളിൽ പാടി സ്തുതിക്കുന്ന, ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ട് പാടും, ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആത്മീക തലങ്ങൾ തുറന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെ സ്വർഗീയ പിതാവ് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പ്രത്യാശ കൊണ്ട് അവർ നിറഞ്ഞു. പണം കൊണ്ട് അവർ നിറഞ്ഞു എന്ന് എഴുതിയിട്ടില്ല. ജീവിത ചുറ്റുപാടുകളെല്ലാം വലിയ സാമ്പത്തിക നിലവാരങ്ങൾ മാറി എന്ന് എഴുതിയിട്ടില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന യാതൊരു ചിന്ത അവർക്കില്ല. അവരിപ്പോൾ എല്ലാവരും ഗലീലക്കാരാണ്. അതുകൊണ്ടാണ് ഗലീലക്കാരായ പുരുഷന്മാരെ എന്ന് അവിടെ വിളിച്ചത്. ദൂതന്മാർ വന്നിട്ട് ഗലീലക്കാരെ എന്ന് വിളിച്ചത്. ഒരെണ്ണം പോലെ യെരുശലേമിലുള്ളവരില്ല. ഗലീലക്കാരാണ്. യെരുശലേമിൽ അവർക്കൊരു വീട് വാങ്ങാനുള്ള പ്രാപ്തിയൊന്നുമില്ല. ഈ വന്നവരെല്ലാവരും കൂടി വിചാരിച്ചാൽ പോലും ഒരു വീട് കിട്ടില്ല. എന്നാൽ അവിടെ ഒരു മർക്കോസിൻ്റെ മാളികമുറി ഇവർക്ക് കിട്ടി. എല്ലാവരും കൂടി അവിടെ ഇടിച്ച് കയറി. അതിനകത്ത് രാപ്പകലിരുന്ന് പാട്ടും പ്രാർത്ഥനയും നന്ദി പറച്ചിലും. കുറേ മറുപടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും അവിടെ നടക്കുന്നില്ല.
ഇന്നയാളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ധകാര ശക്തി മാറാൻ വേണ്ടി. ഇതൊന്നും അവിടെയില്ല. അവർ പാട്ടും പ്രാർത്ഥനയുമാണ്. എന്താ സ്തുതിയാണ് മുഴുവനും. ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, ഈ നല്ല അനുഭവത്തിന് തിരഞ്ഞെടുത്തല്ലോ, ഞങ്ങൾക്ക് ഈ പദവി ലഭിച്ചല്ലോ, ഞങ്ങൾ പിന്മാറിപ്പോയിട്ട് ഞങ്ങളെ തേടി അങ്ങ് വന്നല്ലോ, 40 ദിവസം വീണ്ടും ഞങ്ങൾക്ക് പ്രത്യക്ഷനായി ഞങ്ങളെ മാറ്റിമറിച്ചല്ലോ. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പിന്മാറിപ്പോയിട്ട് ഞങ്ങളെ കൂടെ വന്നിട്ട് ഞങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നല്ലോ. തോമസ് അപ്പോസ്തലൻ എഴുന്നേറ്റിട്ട്, കർത്താവേ, നീ എത്ര നല്ലവനാണ്. ഞാനില്ലാത്ത സമയത്ത് നീ വന്നപ്പോൾ ഞാൻ നിന്നെ വിശ്വസിച്ചില്ല, ഞാൻ അവിശ്വസിച്ചു. എന്നാൽ എനിക്ക് വേണ്ടി നീ ഒരു പ്രാവശ്യം കൂടി വന്ന് വിലാപ്പുറവും ആ കൈകളുടെ ആണിപ്പഴുതുകൾ കാണിച്ചിട്ട് വിരലിടാൻ പറഞ്ഞല്ലോ. ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എന്തെല്ലാം കാര്യമാണ് കർത്താവേ ചെയ്തത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാണും. എന്തിനാണ് കരയുന്നത്? സന്തോഷത്തിൻ്റെ കണ്ണുനീര്. ഞങ്ങളെ മടക്കി വരുത്തിയല്ലോ, ഞങ്ങളെ പിന്മാറ്റങ്ങളെ ചികിത്സിച്ചല്ലോ, ഞങ്ങളെ വിടുവിച്ചല്ലോ, ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കിയല്ലോ, ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളാക്കിയല്ലോ, ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള സാക്ഷികളാകാനുള്ള ഒരു വലിയ വാക്ക് തന്നല്ലോ. ആ വാക്തത്വത്തിനായി കാത്തിരിക്കാൻ ഞങ്ങളെ നിർബന്ധിച്ചല്ലോ. എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞല്ലോ. ഉടനെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും അവരുടെ ആ 10 ദിവസത്തെ പ്രാർത്ഥനയിൽ നടക്കുന്ന ഓരോ വാക്കുകളും പ്രാർത്ഥനകളും, നന്ദി പറച്ചിലും സ്തുതിയും മഹാസന്തോഷവും അവരുടെ ഉള്ളിലേക്ക് യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ ഉള്ളിൽ കൊടുത്തു. ഇന്ന് നമ്മൾ മതങ്ങളിൽ കാണുന്ന പോലെ യേശു മരിച്ചു, അന്ന് കുറെ മദ്യപാനം നടന്നു, യേശു ഉയർത്തു, അതിനുശേഷം വീണ്ടും അതിൻ്റെ ഇരട്ടി കള്ള് ഷാപ്പിലും ബ്രാൻഡിക്കടകളിലെല്ലാം ഭയങ്കരമായ ചെലവ് നടന്നു. ഇതിനു വേണ്ടിയല്ല യേശു ക്രൂശിൽ മരിച്ചത്. അവരുടെ മദ്യപാനം നിർത്താനാണ്, അവരുടെ ആ അന്യായ ബന്ധനങ്ങളിൽ നിന്ന് അവർ പുറത്തു വരാനാണ്, അവരുടെ ദുഷ്ടതകളിൽ നിന്ന് പുറത്തു വരാനാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ ആ പാപത്തിൻ്റെ എല്ലാ സാഹചര്യത്തിൽ നിന്നും സ്വതന്ത്രമാകും, ഫ്രീ ആകും. അവർ ആ പാപത്തിൻ്റെ ആ കൊടിയ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് അവർ പുറത്തു വരും. പത്രോസ് ഓർത്തു, ഞാൻ മഹാപാപിയായിരുന്നു, എന്നെ പത്രോസാക്കി മാറ്റി. അവിടെയുള്ള ഓരോരുത്തർക്കും പറയാൻ സാക്ഷ്യമുണ്ട്. എല്ലാവരും നന്ദി കൊണ്ട് നിറയുകയാണ്. മറിയം കൂട്ടത്തിൽ പറഞ്ഞു കാണും, ഭൂമിയിലുള്ള എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് പറയും. ഇതുപോലൊരു ദൈവപുത്രനെ എൻ്റെ ഉദരത്തിൽ ചുമന്നല്ലോ, ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഞാൻ എത്ര അനുഗ്രഹമുള്ളവളാണ്. ഓ, എൻ്റെ കൂടെ ഉള്ള എല്ലാവരും എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ സാമാന്യരും പഠിപ്പില്ലാത്തവരും ഗലീലക്കാരും കഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ മാത്രം കഴിയുന്നവർ, സ്വന്തമായി യാതൊന്നും സേവിങ്സ് ഒന്നുമില്ലാത്തവർ, അവരെല്ലാം സന്തോഷത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. സന്തോഷ സമൃദ്ധിയും സമാധാന സമൃദ്ധിയും ഉള്ളവരായിരുന്നു അവർ. അവർ കർത്താവിൽ വളരെയധികം ബലമുള്ളവരായിരുന്നു. അവരെന്തെല്ലാം ചെയ്തു? അവർ കർത്താവിനെ പാടി 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 മഹത്വപ്പെടുത്തി. കർത്താവ് മടക്കി വരുത്തിയതിനും വിടുവിച്ചതിനും നന്ദി പറഞ്ഞു, തെരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞു. ഓരോ കാര്യങ്ങൾ ഓർത്ത് അവർ കർത്താവിനെ വളരെയധികം പാടി സ്തുതിച്ചു. ഇതായിരുന്നു മാളിക മുറിയിലെ 10 ദിവസത്തെ അവരുടെ അനുഭവം. അത് തന്നെ അന്ത്യോക്യയിലെ സഭയിലുമുണ്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും ശൗലിനെയും ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചു എന്ന് 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു. അത് ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം
ആരാധനയാണ്. അത് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ടുള്ള ഒരു സന്തോഷം. ഒരു മുടന്തന് 40 വർഷമായിട്ട് കാല് ഇല്ലാത്ത ഒരുവന് കാല് ലഭിച്ചപ്പോൾ അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിച്ചത് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. കർത്താവ് ഒരു വിടുതൽ തന്നാൽ നമ്മുടെ ആരാധന ദേശം അറിയും. അതുപോലെ നമ്മുടെ സ്തുതിയും വലുതായി മാറും. കർത്താവിന് അതുപോലെയുള്ള ചില പ്രവർത്തികൾ നമ്മുടെ ഇടയിൽ ചെയ്യുവാൻ താല്പര്യമുണ്ട്. നമ്മുടെ ആരാധന വലുതാകും, നമ്മുടെ സ്തുതി വലുതാകും. ഇതുവരെ നടക്കാത്ത വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ വചനങ്ങൾ അങ്ങയുടെ വചനങ്ങളാണ്. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ വലിയ പ്രത്യാശയിൽ നിറഞ്ഞാരാധിക്കുവാൻ, വിശ്വാസത്തിൽ നിറഞ്ഞാരാധിക്കുവാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ആരാധിപ്പാൻ, പതിവിൽ വിപരീതമായ ഒരു ആരാധനയുടെ ആത്മതലത്തിലേക്ക് ഞങ്ങളെ അങ്ങ് കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്കിലേക്ക് ഞങ്ങളുടെ ആരാധന സമയങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുടെ അകത്ത് പ്രത്യാശ നിറയട്ടെ, സന്തോഷ സമൃദ്ധി ഉണ്ടാകണം, സമാധാന സമൃദ്ധി ഉണ്ടാകണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്ന കേൾക്കുന്നവർ സൗഖ്യങ്ങൾ അനുഭവിക്കട്ടെ, വിടുതലുകൾ അനുഭവിക്കട്ടെ, വീടുകളിലെ സാഹചര്യങ്ങൾ മാറട്ടെ. ഞങ്ങളിവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാം, ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.